വെറും 3 മിനിറ്റിൽ ഒരു രസം പൊടി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. രസം ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തക്കാളിയും ഒന്ന് ചതച്ചിട്ട് ഈ പൊടി ആവശ്യത്തിന് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണിൽ ഓളും കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. ഈ ഒരു റെസിപ്പിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഒന്നും കട്ട് ചെയ്യാനോ പീൽ ചെയ്യാനോ ഒന്നുമില്ല കേട്ടോ. ഇതിലെ ആദ്യത്തെ സെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. മുഴുവൻ മല്ലി ഒരു 4 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, തുവരപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ. ഈ 3 ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. എന്തുകൊണ്ടാണ് 3 ഒരുമിച്ച് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഏകദേശം ഒരേ സമയത്താണ് അത് പാകമായിട്ട് വരിക. പരിപ്പ് ഏകദേശം കളർ മാറി വരികയും ചെയ്യും. ഏകദേശം ആ സമയത്ത് തന്നെ മല്ലി ഒന്ന് പുകഞ്ഞു തുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് നമുക്കിത് മാറ്റാം. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ഒരുമിച്ചെടുത്തത്. വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് 3ഉം സെപ്പറേറ്റ് ആക്കി തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. പരിപ്പുകളും മല്ലിയും പകുതി റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 6 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് റോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ പരിപ്പുകളുടെ നിറം മാറിയിട്ടുണ്ട്. ഒന്ന് മല്ലിയൊക്കെ ഒന്ന് പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. മല്ലി കയ്യിൽ പിടിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് പൊടിഞ്ഞു പോകുന്നുമുണ്ട്. മുളക് കയ്യിൽ പിടിക്കാൻ പറ്റാത്തത്ര ചൂടായിട്ടുമുണ്ട്. ഇത് നമുക്കിനി ഒരു തണിഞ്ഞ പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകം, ചെറിയ ജീരകം 1 മുതൽ 1.5 ടീസ്പൂൺ വരെ എടുക്കാം. അടുത്തത് ഉലുവ 1 ടീസ്പൂൺ എടുക്കാം. അടുത്തത് മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചൂടായിട്ടുള്ള തവയിലേക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റേണ്ടത് ഉലുവയും ജീരകവും ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴാണ്. അപ്പോഴേക്കും കുരുമുളകും ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഉലുവയും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ഇൻഗ്രീഡിയൻസ് വെച്ച അതേ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കൂൾ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ തണുത്തു പോകണ്ട, ഒരു ചെറിയൊരു വാംനെസ് ഉണ്ടായാൽ മതി. ആ ഒരു പാകത്തിനെത്തുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിന് മുന്നേ മുളകിന്റെ ഞെട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അത് മാത്രമല്ല, ഇതിലേക്ക് ഇനി ചേർക്കാൻ 2 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ കായത്തിന്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. രണ്ടാമത്തേത് മഞ്ഞൾപ്പൊടി, അതൊരു 3/4 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ല തരിതരിപ്പായി അരച്ചെടുക്കുക. രസത്തിന്റെ പൊടി അത്രയങ്ങ് ഫൈൻ പൗഡർ ആക്കാറില്ല കേട്ടോ. ഒരു തരിതരിപ്പോടെയാണ് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, ഇതേപോലെ. ഇനി ഇതെങ്ങനെയാ രസത്തിൽ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ ഇടൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ധന്യ. താങ്ക് യു ഫോർ വാച്ചിങ്.